തിരതുള്ളും ചെറുകരയോളം മറുകരയോളം തിര തിര ചെറുതിരതുള്ളും തിര മറുതിരതുള്ളും ചെറുകരയോളം മറുകരയോളം ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര കരയോട് തിരനെല്ല് കടലിന്റെ കഥ ചൊല്ലി തിരയോട് കരനെല്ല് മലയുടെ കഥ ചൊല്ലി അത് പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി അത് പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി കടകഥകൾ പഴകഥകൾ അവയുടെ ചിറകുരമ്പി പദ പറഞ്ഞ് പറന്നുയരാ. അമ്മയെ കാണാൻ ഞാൻ ഹരിപ്പാട് വരെ പോയിരിക്കുമായിരുന്നു. അത് കാരണം നമ്മുടെ കാറ്റമറൈൻ യാത്ര കുറച്ച് താമസിച്ചു പോയി. ഒന്ന് ക്ഷമിക്കണേ. താമസിച്ചെങ്കിലും യാത്ര നമുക്ക് തുടരണ്ടേ. എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഈ യാത്രയിലേക്ക് സ്വാഗതം. എല്ലാവരും നമുക്ക് കാത്തിരിക്കുന്നു. അതിനകത്തിരിക്കുന്നവരൊക്കെ തെറി പറയും. ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് പോകെ പോകെ നിങ്ങൾക്കും മനസ്സിലാവും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് വേണ്ടി ഇതാ കുറച്ച് കടലിൽ കുറച്ച് ആഴത്തിലായിട്ടുള്ള ഒരു സ്ഥലത്ത് നങ്കൂരം ഇട്ട് കിടക്കുവാണ്. നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബാഗൊക്കെ വെക്കാൻ ഇങ്ങനെ സ്ഥലമുണ്ട്. ചായ, കാപ്പി, പാല് എന്ത് വേണമെങ്കിൽ കുടിക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വരുമ്പോൾ ഇവിടെ എപ്പോഴും ബ്രെഡിൻ്റെ പല വകഭേദങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള സ്പ്രെഡുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ചെറിയ ബ്രീഫിംഗ് ഇനി അവർ തരും. ഓൾറെഡി അവരുടെ കോമൺ ബ്രീഫിംഗ് കഴിഞ്ഞിരുന്നു. The toilet is there. The toilet, it's a manual pump toilet. After each use, you just need to pump it 2 or 3 times. It's going to flush everything. But no paper, no plastics in. വാഷ്റൂമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിൽ, അത് വാഷ്റൂം ഞാൻ പിന്നീട് കാണിച്ചു തരാവേ. അതുപോലെ തന്നെ ആ നെറ്റ് ഉണ്ടല്ലോ ഫ്രണ്ടിൽ കാണുന്ന, അതിൽ ഒരു സമയം 5 പേര് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാര്യം ഇത് നമ്മളൊരു 8:30 കയറിയിട്ട് നമ്മൾ 3:30 വരെയാണ് ഈ ഒരു ട്രിപ്പ് നമ്മുടെ. അപ്പോൾ ഒരുപാട് അവർ പറയുന്നത് നമുക്ക് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പിന്നെ എന്തോ സേഫ്റ്റി കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇതാ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ആഴം അനുസരിച്ച് ഇതിൻ്റെ കളർ മാറും. ചില സമയത്ത് നമുക്ക് നല്ല പ്ലെയിൻ ആയിട്ട് തോന്നും, ചില സമയത്ത് നല്ല ഡീപ്പായിട്ടാണ്. ഇപ്പം നല്ല പ്ലെയിൻ ആയിട്ട് തോന്നുന്നില്ല, ഒരു വൈറ്റ് ഇത് വരുന്നില്ലേ. അതുപോലെ ചില സമയം നമുക്ക് നല്ല ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത്. ഇതാ ഇത് നോക്കി, ഞാൻ നെറ്റിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ നമ്മുടെ ദേഹമെല്ലാം നനയും. ഇതാ ഇത് നോക്കി, ആഴം കുറയുമ്പോൾ നമുക്ക് ഈ ഒരു ടർക്കോയിഷ് കളറാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് നോക്കിക്കേ, എനിക്ക് ഇരുന്നപ്പോൾ തൊട്ട് സംശയം നമ്മൾ താഴെ പോവാന്ന നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് പോലുള്ള ആ ഒരു ഇത് അതിൻ്റെ അടിയിലെല്ലാം കട്ടിയായിട്ട് ഇങ്ങനെ കയറ് കെട്ടി ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെയും ചോദിക്കും ഇതിനകത്തെങ്ങനെ നമ്മൾ താഴെ പോവോ. പക്ഷെ അവിടുന്ന് മാറുന്ന പ്രശ്നമില്ല, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം കൂൾ ഡ്രിങ്ക്സ്, ഹോട്ടായിട്ട് എന്ത് വേണം, കോൾഡായിട്ട് എന്ത് വേണം, എന്ത് വേണമെങ്കിലും നമുക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെ ഉണ്ട്. ഞങ്ങൾ വെയിൽസിനെയോ ഡോൾഫിനെയോ ഒക്കെ കാണാൻ നമുക്ക് ആദ്യം കാണണമുണ്ട്. ഈ ഒരു പ്ലേസ് 5 പേർക്കല്ലേ ഒരേ സമയത്ത് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടുന്ന് എണ്ണീക്കുന്ന പരിപാടിയില്ല, അവിടെ തന്നെ ഇരിക്കുക. പിന്നെ കുറേ ആയപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മാറണോ, അവർക്ക് ഇങ്ങനെ നങ്കൂരം ഇട്ട് നിർത്താൻ വേണ്ടിയാണ്. ഇത് എവിടുന്ന് ഓടി ഡോൾഫിൻ പോകുന്ന പോലെ തോന്നുന്നു. താഴെയായിട്ടാണ് വാഷ്റൂം. അപ്പം ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചെരുപ്പ് നമ്മൾ ഉപയോഗിക്കാനേ ഇത് സമ്മതിക്കത്തില്ല. സ്ലിപ്പറി ആവരുത്, വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് കാറ്റമറയിലോട്ട് ചെരുപ്പ് ആരുടെയും കയറ്റത്തില്ല. അപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങി താഴോട്ട് പോയോ, എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല. അതുപോലെ ഇവിടെ ഫ്ലഷ് ചെയ്യുന്ന, ഞാനത് വീഡിയോ എടുത്തപ്പോൾ ഒരിത്തിരി നന്നായിട്ട് ക്ലാരിറ്റി വന്നില്ല കേട്ടോ. ഒരു ബ്ലാക്ക് കളറിലെ ഹാൻഡിൽ കണ്ടോ, ഇതിങ്ങനെ ഫ്ലഷ് ചെയ്യുന്നത് ഇതൊരു ഹാൻഡ് പമ്പ് പോലെ, അത് ഇച്ചിരി പാടായിരുന്നു കേട്ടോ. കുറേ സമയം നമ്മൾ ഹാൻഡ് പമ്പ് ചെയ്യുമ്പോഴേ അത് ഫ്ലഷ് ആവത്തുള്ളൂ കംപ്ലീറ്റ്. അങ്ങനെ ആയിരുന്നു. വാഷ്റൂമൊക്കെ കഴുകി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവർ കുക്കിംഗ് നടക്കുവാണ്, ലഞ്ചിനായിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഈ ഒരു ടൈമിൽ ഇങ്ങനെ നങ്കൂരം വിടുന്ന ആ ഒരു ടൈമിൽ സ്വിമ്മിങ് അറിയാവുന്നവർ ഇറങ്ങി സ്വിം ചെയ്യും. അപ്പോൾ ഒരു സ്വിമ്മറുണ്ട്, അയാൾ എപ്പം നോക്കിയാലും വെള്ളത്തിൽ. ആളെ ഈ ബ്ലൂ ഷർട്ടുകാരനാണ് മുമ്പേ നമ്മൾ കണ്ടത്. അപ്പം ഈ വെള്ളത്തിൻ്റെ ആഴം കൂടുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ നിറം നമ്മൾ ഈ ഒരു ഇതിലാണ് കാണുന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ആ തന്തൂരി ചിക്കനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഞാൻ ചിക്കൻ കഴിച്ചിട്ടില്ല. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാലും പറയാം. എനിക്ക് തോന്നുന്നു നമ്മൾ കയറിയപ്പോൾ തൊട്ട് ഈ മനുഷ്യൻ ഇതിൽ ഗ്രില്ല് ചെയ്യുമോ കേട്ടോ. അപ്പം ഞങ്ങൾ വെയിൽ കണ്ടോ, കണ്ണൊന്നും തുറക്കാൻ പറ്റത്തില്ല, ടാനൊക്കെ ആയി മനുഷ്യൻ. ആഫ്രിക്കൻ ടൈപ്പ് മ്യൂസിക്കാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമോ എന്നൊരു ചെറിയ സംശയമില്ലാതില്ല. ലഞ്ചെല്ലാം റെഡി ആയായിരുന്നു. എങ്കിലും നമ്മൾ ഇത് കണ്ടോ, ഈ ഒരു കോറൽ കുഞ്ഞൊരു ഐലൻഡ് പോലെ കണ്ടോ, ഇത് കാണിക്കാൻ വേണ്ടി അവർ അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരു 200 വർഷത്തിന് മുകളിലുള്ള ഇതാണെന്നാണ് അവർ പറഞ്ഞു തന്നത്. അങ്ങനെ ഇത് നോക്കിക്കേ, ഇതൊന്ന് കാണേണ്ട കാഴ്ചയല്ലേ.
ഇതിങ്ങനെ എറിഞ്ഞാണ് നങ്കൂരം ഇടുന്നത്. അത് ഞാനൊന്നും കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളവരുണ്ടാവുമായിരിക്കും, ഇല്ലാത്തവർക്കാണെങ്കിൽ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇതിങ്ങനെ വളരെ ദൂരത്തിലേക്ക് ഇവരിങ്ങനെ എറിഞ്ഞ് ഇതിങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഉടക്കുമല്ലോ, ഉടക്കി കഴിയുമ്പോൾ അപ്പോൾ എല്ലാം സിഗ്നലാണ് കേട്ടോ. അത് ആ ഒരാൾ ഈ ഇത് ഇതിലെ സ്റ്റാഫാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളായിരുന്നു കേട്ടോ, ഭയങ്കര ജോളി ടൈപ്പ് മനുഷ്യനായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഹുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് അവരുടെ സിഗ്നൽ. അപ്പോൾ അതവിടെ കെട്ടിക്കഴിയുമ്പോൾ അപ്പോൾ ഇനി നമ്മുടെ ലഞ്ച് ബ്രേക്കാണ്. കൂടെ സ്വിമ്മ് ചെയ്യാൻ അറിയണമെങ്കിൽ ഇല്ല മനുഷ്യൻ പിന്നെ എടുത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. Alors, monsieur, dame, attention, s'il vous plaît, si vous voulez nager, vous pouvez nager ici. ഇവിടെ ആകെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഇതിൽ കൂടെ യാത്ര ചെയ്തതെല്ലാം ഫ്രഞ്ച് ആൾക്കാരും സ്റ്റാഫ് അതുപോലെ ആഫ്രിക്കൻസും ആയിരുന്നു. അത് കാരണം ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ഫ്രഞ്ചിലാണ്. ഫ്രഞ്ച് ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്കാണെങ്കിൽ ഫ്രഞ്ചും മനസ്സിലാവില്ല. ഞങ്ങൾ 3 പേരും അതുപോലെ തന്നെ ഒരു കൊറിയൻ കപ്പിൾസ് മാത്രമേ ഉള്ളൂ. നമ്മളതായത് 5 പേര് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് അറിയാവുന്നത്. അതായിരുന്നു ഒരു ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു, ഒന്ന് പറയണേ എന്താ നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടി അവരങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പിന്നെ ഓരോ കാര്യങ്ങളും പറയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തണുത്തിട്ട് വിറയ്ക്കുക. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണല്ലോ, ഭയങ്കര വെയിലത്തും മഴ പെയ്യും അങ്ങനെ. അപ്പം നല്ല തണുത്ത കാറ്റടിക്കുമ്പോൾ അതിന് മോളവിടെ തണുത്ത് വിറച്ചിരിക്കുമായിരുന്നതാ. നമ്മുടെ ലഞ്ച് വന്നു, നല്ല സൂപ്പർ ഫുഡായിരുന്നു. ചിക്കൻ്റെ ടേസ്റ്റ് സൂപ്പറായിരുന്നു. ഇത് പഴത്തിൻ്റെ ഒരു റെസിപ്പി, ഞാനൊന്ന് ട്രൈ ചെയ്ത് കേട്ടോ. ആ ചുമന്ന ടീഷർട്ട് ഇട്ട ആൾ എനിക്ക് പറഞ്ഞു തന്നു ചോദിച്ചപ്പോൾ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒക്കെ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തു, സക്സസ് ആയിരുന്നു. ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാം, നിങ്ങൾക്കും അപ്പം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇനി നമ്മൾ ഇവിടുന്ന് ഈ സ്പീഡ് ബോട്ടിൽ കയറി, ഇത് വേറെ കാറ്റമറയാണ് കേട്ടോ, ദൂരമൊക്കെ സൈഡിൽ കൂടെ പോകുന്നത്. നമ്മൾ വേറൊരു ഐലൻഡിൽ പോയി 1.5 മണിക്കൂറോളം നമുക്ക് വേണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ തരുവേ. എല്ലാവരും ഒന്നും വന്നില്ല, ഞങ്ങൾ കുറച്ച് ആൾക്കാർ പോയി. അപ്പോൾ അവിടെ നമുക്ക് പോകാം. ഇത് വെള്ളം പേടി എനിക്ക്, അതുപോലെ തന്നെ സ്വിമ്മിങ്ങിൻ്റെ ABC അറിയില്ല. അതുകൊണ്ട് ഈ ഒരു സ്പീഡ് ബോട്ട് യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി. അവിടെ വന്നിറങ്ങിയപ്പം വെള്ളമൊക്കെ എന്തൊരു ക്ലിയർ ആണെന്നോ, അതുപോലെ കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളൊക്കെ അത് തന്നെ നമ്മുടെ കടപ്പുറത്തുമൊക്കെ കാണാവുന്നതാണ്. ഇതെന്ത് കാണിക്കാനെന്ന് നിങ്ങൾക്ക് തോന്നാം, ഉള്ള കാഴ്ചകളാണ് ഇത്. നമുക്കിവിടെ 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. ഡോൾഫിനെ ഊതിക്കൊണ്ടുവരുന്നു. വീട് ഇത് സീ വീഡ്, ഒരു ടൈപ്പ് പായലാണ്. കുക്കിങ്ങിനൊക്കെ ചില കൺട്രീസിലൊക്കെ ഉപയോഗിക്കും, നമ്മളൊന്നും ഉപയോഗിക്കില്ല. അതാണ് അതിങ്ങനെ കരയിൽ നല്ല സോഫ്റ്റ് അത് കാണാൻ. വളയമാലയുള്ളെന്ന് തോന്നുന്നു. ആ ഒരു കുഞ്ഞ് ഐലൻഡിൽ ഇങ്ങനെ കാറ്റമറയിൽ നിന്ന് പല ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെ കുറേ കച്ചവടക്കാർ, നമ്മുടെ ഈ ഉത്സവ പറമ്പിലൊക്കെ ഉള്ള പോലെ തന്നെ ടൂറിസ്റ്റുകളെല്ലാം. അപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. ഇതൊന്ന് നോക്കിയേ, പെയിൻറ്റ് ചെയ്ത് തരുവാണോ? കടലിൽ നിന്ന് നമുക്കിങ്ങനെ കോറൽസ് കിട്ടുവേ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്താൽ അവരപ്പം തന്നെ നമുക്കത് പെയിൻറ്റ് ചെയ്ത് തരും. നിങ്ങളെ ഞാൻ ഒരു കോറൽ ബീച്ചിൽ കൊണ്ടുപോവേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ ഇങ്ങനെ കിട്ടും. ഇത് പെറുക്കിയെടുക്കാം. ഇത് നോക്കിയേ, നമ്മുടെ തേങ്ങയെ നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുന്നതുണ്ടോ, കരിക്ക് വയ്ക്കാൻ വെച്ചിരിക്കുക. കണ്ടാൽ തോന്നുന്നു എന്താ ഇതൊന്നും. നടന്നു കഴിഞ്ഞപ്പോൾ ഏട്ടനൊരു പൂതി, ഒന്ന് കുളിച്ചാലോ. ഞാനും മോളൊന്നും കുളിച്ചില്ല. നമ്മുടെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ കയ്യിലുണ്ടായിരുന്നു. അത് അവരാദ്യമേ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിക്കാൻ ഡ്രസ്സൊക്കെ നിങ്ങൾ കരുതിക്കണം. കുളി നനയും എല്ലാം കഴിഞ്ഞു, ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ വിളിക്കും സമയമാകുമ്പോൾ. അങ്ങനെ നമ്മൾ തിരിച്ച് ഇനി നമുക്ക് കാറ്റമറയിലോട്ടുള്ള യാത്രയാണ്. ആ ഐലൻഡിലെ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അയ്യോ എന്താ വൈബായിരുന്നു എന്നറിയാമോ. നമ്മുടെ മാത്രം ഒരു ലോകം എന്ന് തന്നെ വേണേൽ പറയാം. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്, ലൈഫിൽ ഇത്രയും എൻജോയ് ചെയ്ത ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ട്രിപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ ഈജിപ്തിൽ മമ്മിയെ കാണാൻ പോയത്, ഒരു പിരമിഡിനകത്ത് കയറാനുള്ള അവസരം കിട്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാതായിപ്പോയി. ഇപ്പോൾ ഓർക്കുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇരുന്ന് കാണാമായിരുന്നല്ലോ എന്ന്. അപ്പം നമ്മൾ വന്നു, ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കണ്ടോ. വേറെ കുറച്ച് ആൾക്കാരോട്, ഞങ്ങൾ 2 സെറ്റ് ആൾക്കാരാണ്, അന്ന് 2 പ്രാവശ്യമായിട്ട് ഒരു ബോട്ട് ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു. അപ്പോൾ വേറൊരു കാഴ്ച കണ്ടത് കണ്ടോ. ബാക്കി നമ്മൾ ആ കഴിച്ചതിൻ്റെയൊക്കെ ബാക്കി കൂൾ ഡ്രിങ്ക് ഇങ്ങനെയൊക്കെയുള്ള
സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ ആൾക്കാർ വന്നിട്ട് അത് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ വീണ്ടും തിരിച്ചു പോവാണ്. നമ്മുടെ കാത്തിരിപ്പ് വീണ്ടും തുടങ്ങുവാണ്. വീണ്ടും ഡോൾഫിനും വെയിൽസും വരും. അപ്പോൾ തിരിച്ചു വരുന്ന യാത്രയിൽ നമ്മൾ പറയുകയും ചെയ്തിരിക്കും, നമ്മൾ ഈ 1.5 മണിക്കൂർ നമ്മൾ ഇല്ലായിരുന്നു, നമ്മൾ ആ ഐലൻഡിലായിരുന്നല്ലോ. ഈ ഒരു നേരം ഇവർ കണ്ടോ എന്തോ, ഈ ലേഡിയെ കണ്ടോ, ആ വൈറ്റ് ബ്ലൂ ഷോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, അവരുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും നമ്മളങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. അവരുടെ 60th ബർത്ത്ഡേ ആയിരുന്നു. അകത്ത് ഭയങ്കര സെലിബ്രേഷനൊക്കെ ആയിരുന്നു, കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ പെർമിഷൻ ഇല്ലാതെ അത് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തുടരുവാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, നമുക്ക് ഇന്ന് ആ ഒരു ഭാഗ്യം നമ്മളെ കടാക്ഷിച്ചിട്ടില്ല. അപ്പോൾ അവർ ആദ്യമേ പറഞ്ഞു ഡെയിലി ഇവരിതിങ്ങനെ നടത്തുന്നതാണ്, എങ്കിലും ചിലപ്പോൾ മാസത്തിൽ 1-2 പ്രാവശ്യം ആൾക്കാർക്ക് ആ ഒരു സീൻ കാണാൻ പറ്റത്തില്ല. അത് നമ്മുടെ ലക്കാണ്. ഇതാ വെള്ളത്തിൽ ഒരു ക്ലിയറാണെന്നറിയോ. അപ്പോൾ അത്ര ക്ലിയർ വെള്ളമായതുകൊണ്ട് തന്നെ അടിയിലത്തെ ആ പാറകൾ, കറുത്ത പാറകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ആൾക്കാർ ഈ പൊരിഞ്ഞ വെയിലത്തും കിടന്ന് ഉറങ്ങുക. എന്നാലും നമ്മുടെ കാത്തിരിപ്പ് എൻ്റെ മൊമെൻ്റ് വരെ കാത്തിരിക്കണമല്ലോ. ഇങ്ങനെ കാത്തിരിക്കുക, വന്നാൽ ആദ്യം കാണാൻ ഏറ്റവും മുമ്പിൽ ഇരിക്കുക. എനിക്ക് പിന്നെ ഒരു സംശയം തോന്നി, കുട്ടികളെ കൊണ്ടൊക്കെയുള്ള ഈ യാത്ര സേഫ് ആയിരിക്കും? ഇങ്ങനെ ഈ ചട്ടമ്പികളായിട്ടുള്ള പിള്ളേരൊക്കെ കാണുമല്ലോ ചിലത്. അങ്ങനത്തെ ഒരു സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യമൊന്നുമില്ല. നമ്മളിതിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക, അങ്ങനെ വെള്ളം ഇങ്ങനെ മേത്തൊക്കെ ഇങ്ങനെ തട്ടുമല്ലോ, അങ്ങനെയാണ്. എങ്കിലും നമ്മളൊക്കെ ഇനി അങ്ങനെ വല്ല നമ്മളുടെ കൂട്ടത്തിൽ അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെപ്പറ്റി ചിന്തിച്ചില്ല. അതാ രണ്ടുപേരുടെ വിഷമം കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോഴത്തേക്ക് വൈകിട്ടത്തെ ചായയും സ്നാക്കും ഒക്കെ ഉണ്ട്. സമോസ അവരുണ്ടാക്കിക്കൊണ്ട് തന്നിട്ട് ഈ മനുഷ്യന് എന്തൊരു രസമായിരുന്നു എന്നറിയാമോ. ഇത് നോക്കിയാൽ നമ്മുടെ ഹൗസ് ബോട്ടിന് സമാനമായിട്ടൊരു സംഭവം വഴിയിലിങ്ങനെ നമ്മൾ കുറച്ച് ദൂരെയായിട്ടാണ്, ഞാൻ സൂം ചെയ്ത് എടുത്തുകൊണ്ട് ക്ലാരിറ്റി ഇച്ചിരി കുഴപ്പമുണ്ട്. അങ്ങനെ എത്തി നമ്മളിങ്ങനെ തിരിച്ചെത്തുവാണ്. വിഷമമുണ്ട്, എങ്കിലും ഒന്നും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലല്ലോ എന്ന്. നമ്മുടെ ആ കുക്ക് ആദ്യം ഇറങ്ങിപ്പോയി. ഇനി നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ തീരുവാണ്. എല്ലാവരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഒരിക്കലും ട്രാഫിക് ഇല്ലാത്ത ഒരു കൺട്രി ആയത്. എങ്കിലും ഇന്നത്തെ മഴയിൽ ഞങ്ങൾ 45 മിനിറ്റ്സിൻ്റെ ട്രാവൽ ഞങ്ങൾ 2 hours എടുത്ത് സ്റ്റക്കായിപ്പോയി. അങ്ങനെ ഇത് 8 o'clock റിപ്പോർട്ട് ചെയ്യേണ്ട ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ എത്തുന്ന 9:30. ഓൾറെഡി ഇത് 8:30 ഇവർ ഇറങ്ങേണ്ടതാണ്. അതായത് 8:30 to 3:30 ആണ് ഇതിൻ്റെ അവരുടെ ആ ഒരു പാക്കേജ്. ഇനി ഇവർക്ക് ആ കടലിൽ നിന്ന് ഇത്ര ഈവനിങ് ഇത്ര സമയത്തിനകം പുറത്തിറങ്ങണം അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ ഒറ്റ ആൾക്കാരെ വെയിറ്റ് ചെയ്ത് ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുക മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി നമുക്ക്. നമ്മളിവരുടെ കാല് പിടിച്ചു, പിന്നെ നിങ്ങൾ ഒന്ന് അത് ചെയ്തു തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ ആഴക്കടലിൽ നങ്കൂരം വിട്ടിട്ട് നമ്മളെ സ്പീഡ് ബോട്ടിൽ എത്തിക്കുമായിരുന്നു. അപ്പം നമുക്കൊരു പ്രയാസം തോന്നി. നമ്മൾ ഉറപ്പായിട്ടും ആൾക്കാർ അന്വേഷിക്കുമല്ലോ ഇത് ഏത് കൺട്രിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്ന്. ഇപ്പോൾ കൊറിയൻസ് എന്നൊക്കെ പറയുന്ന പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ പക്ക ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഡോൾഫിനെ ഇതിനെയൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇതൊക്കെ മാറി ആ ഒരു ട്രിപ്പിലെ ആ ഒരു എൻജോയ്മെൻറ്റ്. നിങ്ങൾക്കും ഈ ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് കോറൽ ബീച്ചിലെ കാഴ്ചകളുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം.